ഇ-കൊമേഴ്സിൽ പ്രധാനമായിട്ടും റിട്ടേൺ എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ രീതിയിൽ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് കോസ്റ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വെറുതെ ലോസ് ആവുന്ന ഒരു സാധനമാണ് റിട്ടേൺ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ ഒരാൾ പ്രീപെയ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷൻസ്, ഡെലിവറീൻ്റെ കമ്മീഷൻസ്, അതിൻ്റെ റിട്ടേണിൻ്റെ കമ്മീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നും ഔട്ടും പോകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് വളരെ ലോസ് വരുന്നൊരു കാര്യമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ കുറക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പലരുടെയും കൺഫ്യൂഷൻസ് ആണ് അത്. ആ റിട്ടേണെ നമുക്ക് കുറക്കാൻ പറ്റുന്നത് പ്രൊഡക്റ്റിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം. ഈ പ്രൊഡക്റ്റിൻ്റെ ക്ലാരിറ്റി വേണം. പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വേണം. അപ്പം നമ്മൾ ആ പറയുന്ന പ്രൊഡക്റ്റ് പേജ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, അതിൻ്റെ ടൈറ്റില്, അതിൻ്റെ വീഡിയോസ്, കൃത്യമായിട്ട് കസ്റ്റമറിൻ്റെ റിവ്യൂസ്, പിന്നെ ഫീഡ്ബാക്സുകൾ, പിന്നെ FAQ ക്വസ്റ്റ്യൻസുകൾ. ഇനിയിപ്പോൾ നിങ്ങൾ ഫാഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത് വിർച്വലി വെയർ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകൾ കൊണ്ടുവരാം. പിന്നെ ചാറ്റ് ബോട്ടുകൾ, അവരുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിങ്ങൾ പ്രസൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കും. ഇസ്മി മുഹമ്മദ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.